രണ്ടുപേരെ കൊന്നു. 100 കൊല്ലം വേണമെങ്കിലും എന്നെ ശിക്ഷ നൽകിക്കോളൂ. എത്രയും പെട്ടെന്ന് വിധി വേണം. ഇനി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ആരെയും കാണണ്ട. ഇരട്ടക്കൊല ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേരെ അരുംകൊല ചെയ്ത കേസിലെ പ്രതി നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടത്ത് ചെന്താമര കോടതിയോട് പറഞ്ഞു. ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്ത പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇന്ദുചൂടിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതിയുടെ പ്രതികരണം. തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ചൊവ്വാഴ്ച രാത്രി ചെന്താമരയെ പിടികൂടിയത്. സുധാകരൻ്റെ ഭാര്യ സജിതയെ 2019 കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. അതേസമയം ക്രൂരകൃത്യങ്ങളിൽ പ്രതിക്ക് പശ്ചാത്താപമില്ലെന്നും കൃത്യം നടത്തിയതിൽ സന്തോഷിക്കുന്നത് പോലെയാണ് പെരുമാറ്റമെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത്. ഒഴിഞ്ഞ വിഷക്കുപ്പി മുറിയിൽ ഒഴിവാക്കി അന്വേഷണം വഴിതെറ്റിക്കാനും ശ്രമം നടത്തി. വിഷം കുടിച്ചെന്നാണ് പ്രതിയുടെ മൊഴിയെങ്കിലും ആരോഗ്യ പരിശോധനയിൽ ശരീരത്തിൽ വിഷാംശമില്ലെന്ന് കണ്ടെത്തി. കടുവയെപ്പോലെയാണെന്നാണ് ചെന്താമര സ്വയം കരുതുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 3 പേരെ കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടതായി ഇയാൾ പറഞ്ഞെങ്കിലും ഇക്കാര്യം കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട പ്രതി ചൊവ്വാഴ്ച രാത്രി സ്വന്തം വീടിന് സമീപത്ത് എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും ജനങ്ങളുടെ രോഷം കാരണം ബുധനാഴ്ച പുലർച്ചെ ആലത്തൂർ സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. പ്രതിയിൽ നിന്ന് കൊലപാതക ഭീഷണിയുണ്ടെന്ന സുധാകരൻ്റെ മക്കളുടെ പരാതി കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇക്കാര്യം റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടുണ്ട്.